വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച സർക്കാർ തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ സി വേണുഗോപാൽ. ആശങ്ക സർക്കാർ ദൂരീകരിക്കണം, നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന വേണമെന്നും കെ സി വേണുഗോപാൽ. കേൾക്കാം. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. സർക്കാർ നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എക്സൈസ് മന്ത്രി എം രജുവിനും കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് എം രജു പ്രതിഷേധമറിയിക്കും. സർക്കാർ തീരുമാനത്തിനെതിരെ പരസ്യ വിമർശനവുമായി സഭകളും രംഗത്തെത്തി. യുവാക്കളിൽ ലഹരി ഉപയോഗം കൂട്ടാൻ തീരുമാനം ഇടവരുത്തുമെന്നും സർക്കാർ പിന്മാറണമെന്നും സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ നയം പാളിയെന്ന് ഓർത്തഡോക്സ് സഭയും കുറ്റപ്പെടുത്തി. മദ്യം അത് 10 മുതൽ 20% വരെയും ആൽക്കഹോളിക് കണ്ടന്റ് 20-നും 40-നും ഇടയിലുള്ളത്, ഇതൊക്കെ നികുതി കുറച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മദ്യലഭ്യത വർദ്ധിപ്പിക്കാനും യുവജനങ്ങളെ ഈ മദ്യത്തിന്റെ വഴികളിലേക്ക് ആകർഷിക്കാനുമുള്ള ഒരു നിലപാടായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് KCBC ഈ നിലപാടിനെ ശക്തമായി എതിർക്കുന്നത്. പുതിയ തലമുറയെ സാവകാശം വീര്യം കുറഞ്ഞ മദ്യം നൽകി വീര്യം കൂടിയതിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു നയം മാറ്റത്തിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അപകടകരമാണ്. സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കുന്ന ഒരു സർക്കാരിന് ഈ ഒരു കാര്യം ഒരിക്കലും ശുപാർശ ചെയ്യാനാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നയം പാളിപ്പോയോ എന്ന് ഒരു സംശയമുണ്ട്. പാളിപ്പോയി എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് നിർബന്ധമായും ഇല്ലാതാക്കണം എന്നുള്ളത് എല്ലാവരുടെയും നിർബന്ധമാണ്. കാരണം സമൂഹത്തെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വിഷവിത്താണ് അത്. വീര്യം കുറഞ്ഞ മദ്യമെന്നും വീര്യം കൂടിയ മദ്യമെന്നും പറഞ്ഞ് 2 കാറ്റഗറി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കുട്ടികൾക്ക് മുട്ടായി കൊടുത്തിട്ട് അതുവഴി അവർക്ക് വീര്യം കൂട്ടാനുള്ള മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു സംവിധാനം പോലെ ആയിപ്പോകുമോ എന്ന ഒരു സംശയം ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ലോജിക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതിന്റെ മദ്യനയത്തെയൊക്കെ ശക്തമായി എതിർത്ത ഇപ്പോഴത്തെ ഭരണപക്ഷം ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി. ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ആർ. റോഷിപാലും സജോ ദേവസ്യം